സ്വന്തം കാലിലുള്ള മന്ത് കണ്ട് അതിന് ചികിത്സിക്ക്. നിങ്ങൾ ഷിർക്കിലും കുഫറിലും അകപ്പെട്ടിട്ടുണ്ട്. ഏത് വാദത്തിലൂടെ ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവൻ നമ്മെ സഹായിക്കും. ഇനി ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു വാദം എന്താണ്? രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ശൈത്താനെ ആരാധിക്കുകയും ശൈത്താൻ എന്ത് ചെയ്യും? അവനെ ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്താൽ അതിലൂടെ അവനെ തൃപ്തിപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയും. ഹാരിസ് ബിൻ സലീം എത്രത്തോളം മാനസിക രോഗം പോലും ഉണ്ടാക്കുന്നത്. ശൈത്താൻ രോഗം ഉണ്ടാക്കുക. ശൈത്താൻ രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രസിദ്ധീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിച്ചു നിന്നപ്പോൾ ഇറക്കിയിട്ടുള്ള പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥം. അത് ഹുസൈൻ സലഫി ഷാർജയാണ് പ്രകാശനം ചെയ്തത് കേട്ടോ. അതിന്റെ 45-ാമത്തെ പേജിൽ അതിന്റെ എഡിഷൻ മാറിയപ്പോഴും ചെറിയ പേജ് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. 45-ാമത്തെ പേജിൽ ഷിർക്ക് 2 വിധമാണ്. ഒന്ന് വലിയ ഷിർക്ക്, അത് ഒരാളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കുകയും അതിൽ നിന്ന് പക്ഷാതപിക്കാതെ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതമാക്കപ്പെടുകയും ചെയ്യും. അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ, ഖബറുകൾ, ജിന്ന് പിശാചുകൾ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോടുള്ള നേർച്ചകളും ബലികളും സമർപ്പിക്കൽ, മരണപ്പെട്ടവർ, ജിന്നുകൾ, ശൈത്താന്മാർ തുടങ്ങിയവർ തനിക്ക് ഉപദ്രവമുണ്ടാക്കുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ ഉള്ള ഭയപ്പാട്, ഇതുപോലെ ഇബാദത്തിന്റെ ഇനങ്ങൾ വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് തിരിക്കലാകുന്നു വലിയ ഷിർക്ക്. സ്വാലിഹ് ഫൗസാന്റെ അഖീദത്തു തൗഹീദിൽ നിന്നാണ് ഉദ്ധരണി എടുത്ത് ധരിച്ചിട്ടുള്ളത്. ഈ സാധനം നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ ചോദിക്കണ്ടല്ലോ, ആ ഷബാബിൽ ഈ വന്നത് ഇപ്പൊ നിങ്ങൾ ഷബാബിൽ കൊടുക്കാറ്, നിങ്ങളിത് പ്രസിദ്ധീകരിക്കുക. നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിങ്ങളുടെ ഹുസൈൻ സലഫി ഷാർജ പ്രകാശനം ചെയ്ത നിങ്ങൾ കൂടിയുള്ള ജമിയത്തുൽ ഉലമയിലാണ് എഴുതിയിട്ടുള്ളത്.